ഇന്നലെ വരെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ രാജ്യസഭ നിയന്ത്രിച്ച അദ്ദേഹം എന്തുകൊണ്ട് സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് രാജിവെച്ചില്ല, അല്ലെങ്കിൽ സമ്മേളനം തീരുന്നവരെ കാത്തു നിന്നില്ല എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് മൂപ്പർക്ക് എന്തോ കാര്യമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് രാജിവെച്ചത് എന്നും വിചാരിക്കുന്നവരുണ്ട്. അതല്ല, പുള്ളിക്ക് ഈ കൈക്കൂലി കേസിൽ ആരോപണ വിധേയനായ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ സ്വീകരിച്ചത് കേന്ദ്ര മന്ത്രിസഭയ്ക്ക് വലിയ വിപ്രതിപത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് രാജിവെക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതുമല്ലെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷത്തോട് പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന ആരോപണം കൊണ്ട് ഇംപീച്ച്മെൻറ്റിന് നോട്ടീസ് വരുന്നുണ്ട്, ഇംപീച്ച് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ആ മുഖം രക്ഷിക്കാൻ വേണ്ടി രാജിവെച്ചു എന്നൊക്കെ പറയുന്നവരുണ്ട്. ഈ ധൻഖറുടെ രാജി പ്രതിപക്ഷത്തെ ഞെട്ടിച്ചു എന്നാണ് മാതൃഭൂമി പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ രാജി BJPക്ക് വലിയ തിരിച്ചടിയാണെന്നാണ് മനോരമ പറയുന്നത്. അത് മനോരമയും മാതൃഭൂമിയും തമ്മിൽ പറഞ്ഞ് തീർക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ഈ രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ ഒന്നും അങ്ങനെ രാജിവെക്കുക നമ്മുടെ നാട്ടിലൊരു പതിവുള്ള കാര്യമല്ല. രാഷ്ട്രപതിമാരാരും തന്നെ ഇതുവരെ രാജിവെച്ചിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.